പണ്ട് കാലത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൻപുറങ്ങളിലായതുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചേട്ടന്മാർ എറിഞ്ഞ കുറ്റിബീഡി എടുത്ത് ഒളിച്ചിരുന്ന് വലിക്കുന്ന ചേട്ടന്മാർ. ആ നാട്ടിൻപുറത്ത് അവരായിരുന്നു ഏറ്റവും വലിയ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതെല്ലാം മാറ്റി ഈ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയി. MDMA അടക്കമുള്ള സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ള ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. ഈ ഡ്രഗ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയെ തല്ലിയ മക്കളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചെറിയ കാരണത്തിന് പോലും കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അമ്മയുടെ വാരിയലുകൾ അടിച്ചൊടിക്കുന്ന ഒരു കേസ് നമ്മൾ കണ്ടതാണ്. അതിന് പറയുന്നത് അവർ കഞ്ചാവിന് അടിമയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ലഹരിയുടെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം, അക്രമവാസന കുട്ടികളിലേക്ക് ഉണ്ടായി. ആ അക്രമവാസന ഉണ്ടാവുകയും അവനുള്ളിലുണ്ടായിരുന്ന കുറേ മൂല്യങ്ങളുണ്ട്. കരുണ, ദയ, സഹജീവികളുടെ സ്നേഹം, ഇതൊന്നും ഇല്ലാതെ ഞാൻ ആധിപത്യം പുലർത്തുന്ന ഒരു സാമ്രാജ്യം അവൻ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി വേണ്ടത് അവൻ എവിടെ വിജയിക്കുക എന്നുള്ളതാണ്. ഈ വിജയിക്കുന്നതിന് വേണ്ടിയാണ് സഹപാഠികളെ ക്രൂരമായ രീതിയിൽ ഇവർ അതിക്രമിക്കുന്നതും കൊല്ലാക്കൊല ചെയ്യുന്നതും.